മറ്റൊരു വാർത്തയിലേക്ക്. വയനാട് ടൗൺഷിപ്പ് ഉദ്ഘാടനം മാറ്റി മാർച്ച് 1 മാറ്റിയത്. മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. സെയ്ഫ് സൈനുലബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, എന്താണ് ഉദ്ഘാടനം നീട്ടിവെച്ചതിന് പിന്നിൽ? സെയ്ഫിലേക്ക് എത്താം. വയനാട് ടൗൺഷിപ്പ് ഉദ്ഘാടനമാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. മാർച്ച് 1 ഉദ്ഘാടന ചടങ്ങ് മാറ്റിയത്. മറ്റന്നാൾ ഉദ്ഘാടന ചടങ്ങ് നിശ്ചയിച്ചിരുന്നു. ഉദ്ഘാടനം ചെയ്യാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. ആദ്യഘട്ടത്തിൽ വീട് കൈമാറേണ്ടവരുടെ പട്ടികയ്ക്ക് തയ്യാറാക്കി നറുക്കെടുപ്പൊക്കെ നേരത്തെ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഏറെക്കുറെ അവസാന ഘട്ടത്തിൽ തന്നെയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങളും. പക്ഷേ അതിനിടയിലാണ് ഉദ്ഘാടന ചടങ്ങ് മാറ്റിയത്. സെയ്ഫ് സൈനുലബ്ദീനുണ്ട്. സെയ്ഫ്, എന്താണ് ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെച്ചതിന് കാരണം? ദിവ്യ, അതിന്റെ ഒരു ഉത്തരം ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. എന്താണ് റീസൺ എന്നെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിവിധ വകുപ്പുകളിലേക്ക് ഈ അറിയിപ്പ് പോവുകയാണ് ചെയ്തത്. റവന്യൂ മന്ത്രിയുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അദ്ദേഹം ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആൾക്കാരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവരും ഒരു പ്രധാനപ്പെട്ട യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാരണം എന്നത് സംബന്ധിച്ച് നമുക്ക് ഉടനെ ഒരു വ്യക്തത വരുത്താം. പക്ഷേ മറ്റന്നാൾ നടക്കേണ്ടിയിരുന്ന ഉദ്ഘാടനം അത് മാർച്ച് 1 മാറ്റി എന്ന അറിയിപ്പാണ് ഇപ്പോൾ വിവിധ വകുപ്പുകൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ലോട്ടെടുപ്പ് അത് നടന്നിരുന്നു. ഓരോ വീട്ടുകാർക്ക് ഏത് വീട് അനുവദിക്കണം എന്ന് സംബന്ധിച്ച ലോട്ടെടുപ്പ് നടന്നിരുന്നു. 178 വീടുകളാണ് ആദ്യഘട്ടത്തിൽ നൽകാൻ വേണ്ടി തീരുമാനമെടുത്തത്. വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്തു. അവസാന ഘട്ടത്തിലാണ് വീടിന്റെ പണികളെല്ലാം ഉള്ളത്. വീടിന്റെ പണികൾ ഇനി ചെറുതായിട്ട് പൂർത്തിയാവാത്തത് കൊണ്ടാണോ അതോ മുഖ്യമന്ത്രിയുടെ അസൗകര്യം എന്തെങ്കിലും പരിഗണിച്ചുകൊണ്ടാണോ ഈ തീരുമാനം എന്ന കാര്യത്തിലാണ് ഒരു സംശയം നിലനിൽക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അതിനകത്തൊരു ഉത്തരം കിട്ടും. കേരളം വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു ചടങ്ങാണ് മറ്റന്നാൾ നടക്കാനിരുന്നത്. അതാണ് 1 തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഒരു 3 ദിവസം, ഫെബ്രുവരി 28 വരെ ഉള്ളൂ. അതുകൊണ്ട് ഒരു 3 ദിവസം കൂടി കഴിഞ്ഞ് മാത്രമേ അതിന്റെ ഉദ്ഘാടനം ഉണ്ടാവുകയുള്ളൂ. നാളെ നിയമസഭാ സമ്മേളനം ഗില്ലറ്റ് ചെയ്യാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. 25 തീയതി ഇതിന്റെ ഉദ്ഘാടനം നടക്കും. പ്രതിപക്ഷം അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങായി അതിന് മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാന സർക്കാർ പൂർത്തീകരിച്ച് വരികയായിരുന്നു. അവിടുത്തെ ജനതയുടെ കണ്ണീർ അത് മലയാളികളെല്ലാം കണ്ടതാണ്. മലയാളികളെല്ലാം കൂടെ ഒരുമിച്ച് നിന്നാണ് അവിടെ ഒരു ടൗൺഷിപ്പ് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തത്. സംസ്ഥാന സർക്കാർ മുന്നിൽ നിന്ന് ജനങ്ങൾ പുറകിൽ നിന്ന് കൈകോട് ചേർത്ത് പിടിച്ചാണ് ആ പദ്ധതി പൂർത്തീകരിച്ചത്. അതിന്റെ ചില ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് എത്രത്തോളം വൈകാരികമാണ് ആ ചടങ്ങെന്ന് നമുക്ക് മനസ്സിലാകും. ആ ലോട്ടെടുക്കുന്ന ദിവസം ഒരു സ്ത്രീ ആ വീടിന്റെ നമ്പർ ഉയർത്തിക്കാട്ടി എന്നതിന് ശേഷം അവർ സന്തോഷം കൊണ്ടാണോ അതോ വിഷമം കൊണ്ടാണോ പഴയ കാര്യങ്ങൾ ഓർത്തിട്ടാണോ എന്നറിയില്ല, അവർ കണ്ണുനീർ വരുന്ന ഒരു ദൃശ്യം ഉണ്ടായിരുന്നു. പക്ഷേ അവർ കണ്ണുനീരാണ് വരുന്നതെങ്കിൽ പോലും അവർക്കൊരു വീട് കിട്ടി എന്നതിന്റെ സന്തോഷം മലയാളികളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. ആനന്ദ കണ്ണീരായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ ഒരുപാട് കുടുംബങ്ങളുടെ 178 കുടുംബങ്ങളുടെ ആഗ്രഹമാണ് അവിടെ 25 തീയതി അവിടെ പൂർത്തീകരിക്കാൻ പോയിരുന്നത്. അതാണ് 1 തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. 3 ദിവസം കൂടി അധികമായിട്ടൊരു 1 തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. എന്താണ് റീസൺ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ദിവ്യ അല്പസമയത്തിനകം തന്നെ വരുത്താം. ഇത് ഞാൻ നേരത്തെ ഒരുപാട് ദിവസങ്ങൾ അങ്ങോട്ടേക്കൊന്നുമല്ല, വെറും 3 ദിവസത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മറ്റന്നാൾ നടത്താൻ തീരുമാനിച്ചിരുന്ന ഉദ്ഘാടന ചടങ്ങാണ് മാർച്ച് 1 മാറ്റിയത്. കാരണം വ്യക്തമല്ല. സെയ്ഫ് സൈനുലബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.